പാലപ്പിള്ളി എച്ചിപ്പാറയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. മേഖലയിൽ വന്യജീവികൾ തുടർച്ചയായി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതിനാൽ ഭീതിയിലായി പ്രദേശവാസികൾ. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനും പരിക്ക്. എടവിലങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 7.5 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ. വാടാനപ്പള്ളി ബീച്ച് സ്വദേശികളായ ബിൻഷാദ്, ഷിഹാബ്, അനീഷ് എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. മുനിക്കക്കടവ് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. മലപ്പുറം പൊന്നാനി സ്വദേശി സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സൈനിമോൻ എന്ന ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. എച്ചിപ്പാറ പള്ളിക്ക് സമീപം പശുവിനെ പുലി ആക്രമിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പശുവിന്റെ മാംസം ഭക്ഷിച്ച ശേഷം ബാക്കിയുള്ള ഭാഗം റോഡിൽ കിടന്നിരുന്നു. നാട്ടുകാരാണ് സംഭവം കണ്ടത്. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിന് പിന്നാലെയാണ് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത്. മാസങ്ങൾക്ക് മുൻപും പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർക്ക് മർദ്ദനമേറ്റു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിനിടയിലാണ് സംഘർഷം. വിളക്ക് കൊളുത്താൻ വൈകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദേവ്, നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. തങ്ങളെ മർദ്ദിച്ചുവെന്നാരോപിച്ച് ഇരുവിഭാഗവും രംഗത്തെത്തി. ഓഫീസിലെ കസേരകളും ജനൽ ചില്ലുകളും തകർത്തുവെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയദീപ് ആരോപിച്ചു. മർദ്ദനമേറ്റ ജയദീപ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി KPCC, DCC പ്രസിഡന്റുമാർക്ക് പരാതിയും നൽകി. അതേസമയം കോൺഗ്രസ് ഓഫീസിലെ ഏറ്റുമുട്ടൽ കെട്ടിച്ചമച്ചതെന്ന് സീനിയർ കോൺഗ്രസ് നേതാവ് CR രാധാകൃഷ്ണൻ പറഞ്ഞു. ബഹളത്തിന് ശേഷം താൻ ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ ഗാന്ധി ചിത്രവും മറ്റും യഥാസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും കസേരകൾ ബഹളത്തിനിടയിൽ മറിഞ്ഞു വീണത് ശരിയാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ കൂടി മുംബൈയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആസാദ് വന്ന് എന്ത് മര്യാദ നിങ്ങൾ ചെയ്ത് ഈ ഫോട്ടോ എടുക്കാൻ പാടുമോ, അതെങ്ങനെയേ ആ വാക്കുകസേര ഇടയിൽ കസേര മറന്നു വീഴുകയും അതിൻ്റെ ഇടയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അപ്പോൾ ഇങ്ങനെ അടിക്കാൻ വന്നു. ഇത് അങ്ങനെ രണ്ടുപേരും കൂടി ഫ്ലാഷ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവരൊക്കെ കൂടി വന്ന ആൾക്കാരൊക്കെ കൂടി പോയി. എല്ലാവരും കൂടി പുറത്തേക്ക് പോയി. അതിന് കുറച്ച് നേരം കൂടി ഞാൻ നിന്നു. അപ്പോൾ ഞാൻ അവസാനത്തെ അടുത്ത് പറഞ്ഞത് നമുക്ക് നിർവഹിക്കേ ഈ വർക്ക് കൊടുത്ത് ഈ പരിപാടി അവസാനിക്കുക. അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യും. അപ്പോൾ ഞാൻ എനിക്ക് പരിപാടിയില്ല, ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഗാന്ധി രക്തസാക്ഷി ദിനം ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചടങ്ങ് കാരയിലുള്ള പാർട്ടി ഓഫീസിന് മുന്നിലും വിമത വിഭാഗമായ സേവ് കോൺഗ്രസ് എടവിലങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചടങ്ങ് കാര മൈതാനത്തുമാണ് നടന്നത്. എടവിലങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് EM ജോസഫ് ദേവസി അധ്യക്ഷത വഹിച്ചു. സർവ്വമത പ്രാർത്ഥനയ്ക്ക് വെക്കോട് മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഖത്തീബ് മുനീർ അൻവാരി നേതൃത്വം നൽകി. നിയുക്ത മണ്ഡലം പ്രസിഡന്റ് EK സജീവൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് EK സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. സേവ് കോൺഗ്രസ് എടവിലങ്ങിന്റെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണവും നടത്തി. പ്രതാപൻ നെല്ലിക്കത്തറ ഉദ്ഘാടനം ചെയ്തു. MG അനിൽകുമാർ അധ്യക്ഷനായി. മോഹനൻ പോണത്ത്, റഷീദ് പോനാക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 7.5 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗറിൽ കാട്ടുപറമ്പിൽ സൈമോനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് വാടാനപ്പള്ളി ബീച്ച് സ്വദേശികളായ പടിയത്ത് വീട്ടിൽ ബിൻഷാദ്, അമ്പലത്ത് വീട്ടിൽ ഷിഹാബ്, കുന്തറ വീട്ടിൽ അനീഷ് എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി 7.5 വർഷം കഠിന തടവിനും 35,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. 2020 കേസിനാസ്പദമായ സംഭവം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സൈമോന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് പ്രതികളെ ശിക്ഷിച്ചത്. ഒന്നാം പ്രതി ബിൻഷാദ് നിരവധി കേസുകളിൽ പ്രതിയായി ഇപ്പോഴും ജയിലിൽ കഴിഞ്ഞുവരികയാണ്. നാലാം പ്രതി അൽത്താഫ് ഒളിവിലാണ്.
പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ കോടതിയിൽ ഹാജരായി. കടലിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും 5 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. കടലിൽ 6 നോട്ടിക്കൽ മൈലകലെ മുനക്കക്കടവ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മലപ്പുറം പൊന്നാനി സ്വദേശി സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സൈനിമോൻ എന്ന ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VN ഷൈബു തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മരത്തങ്കോട് സ്വദേശിയായ സജീറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കോട്ടയം മണിമല കിഴക്കേക്കര വീട്ടിൽ രമേഷ് കുമാറിനെയാണ് എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. കേസിലെ 4ാം പ്രതിയായ രമേഷ് കുമാറാണ് വാൾ ഉപയോഗിച്ച് സജീറിനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചത്. 1ഉം 2ഉം 3ഉം പ്രതികളായ ഇയാൾ സ്വദേശി രാഹുൽ, കൈപ്പറമ്പ് സ്വദേശി സയ്യിദ് റഹ്മാൻ, വരന്തരപ്പള്ളി സ്വദേശി പൂപ്പാറ സനോജ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. രാഹുലും സയ്യിദ് റഹ്മാനും സുഹൃത്തിന്റെ ഭാര്യയെ ശല്യം ചെയ്യുന്നത് സജീർ ചോദ്യം ചെയ്യുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. SI C ശ്രീകുമാർ, ASI AV സജീവ്, CPO ജിനോ സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. വീട്ടിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചയാൾ അറസ്റ്റിൽ. വരാക്കര പുളിഞ്ചോട് സ്വദേശി വിഷ്ണുവിനെയാണ് വരന്തരപ്പള്ളി പോലീസ് പിടികൂടിയത്. റൂറൽ പോലീസിന്റെ ഡി-ഹണ്ട് പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ്. ഇയാളിൽ നിന്ന് 4 ഗ്രാം വീതം MDMAയും കഞ്ചാവും പിടിച്ചെടുത്തു. കാട്ടൂർ സ്റ്റേഷനിലെ വനിതാ SI ശ്രീലക്ഷ്മിക്കെതിരെ വീണ്ടും പരാതി. വനിതാ പഞ്ചായത്ത് മെമ്പറെ മൃതദേഹത്തോടൊപ്പം പുലർച്ചെ വരെ ഇൻക്വസ്റ്റ് നടപടികൾക്കായി നിർത്തിയെന്നാണ് ആരോപണം. പടിയൂർ പഞ്ചായത്ത് 3ാം വാർഡിൽ കഴിഞ്ഞ ദിവസം ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വിവരമറിഞ്ഞയുടൻ വനിതാ പഞ്ചായത്ത് അംഗം ജയശ്രീലാൽ കാട്ടൂർ പോലീസിനെ വിവരമറിയിച്ചു. മൃതദേഹം അഴിച്ച് താഴെയിറക്കി ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് മെമ്പറോട് ആ സമയം പോലീസ് പറഞ്ഞത്. തുടർന്ന് നാട്ടുകാർ ഇരിങ്ങാലക്കുട DYSPയെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രാത്രി 10:30 കാട്ടൂർ പോലീസ് എത്തി. എന്നാൽ പഞ്ചായത്ത് മെമ്പർ വരാതെ മൃതദേഹം അഴിക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു SI. ചന്ദ്രാപിന്നിയിലെ ബന്ധുവീട്ടിലായിരുന്ന മെമ്പറെ വിളിച്ചു വരുത്തിയ ശേഷമാണ് മൃതശരീരം താഴെയിറക്കിയത്. പിന്നീട് ഇൻക്വസ്റ്റ് പൂർത്തിയാകാതെ മെമ്പർ പോകാൻ പാടില്ലെന്നായി SI. പുലർച്ചെ 4 മണിവരെ മെമ്പറെ പോകാൻ അനുവദിക്കാതെ പോലീസ് പിടിച്ചു നിർത്തി. പോലീസിന്റെ ഈ നടപടി ക്രൂരത നിറഞ്ഞതും കേരള പോലീസിന് നിരക്കാത്തതുമാണെന്നും കാട്ടൂർ SIക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കേരള മഹിളാ സംഘം ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് സുമതി തിലകനും സെക്രട്ടറി അനിത രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. SIക്കെതിരെ സമാന രീതിയിൽ നിരവധി പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. നവകേരള സദസ്സിന് പുതുക്കാട് പഞ്ചായത്ത് തുക അനുവദിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം. 33,470 രൂപ അനുവദിച്ചതായാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി. എന്നാൽ തുക അനുവദിക്കുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി അനുമതി നൽകിയിട്ടില്ലെന്ന് ജനുവരി 12-ന് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നു. ചെങ്ങാലൂർ സ്വദേശിയാണ് വിവരാവകാശ നിയമപ്രകാരം ചോദ്യമുന്നയിച്ചത്. ഭരണസമിതി തീരുമാനമില്ലാതെ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി തുക തിരിച്ചടയ്ക്കേണ്ടതില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടില്ല. KPCCയുടെ തീരുമാനം ലംഘിച്ച് നവകേരള സദസ്സിന് തുക അനുവദിച്ച പഞ്ചായത്തിന്റെ നടപടിയിൽ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം പ്രതിഷേധത്തിലാണ്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റായി അമ്പലപ്പാട്ട് മുരളീധരൻ ചുമതലയേറ്റു. KPCC മെമ്പർ O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് NK കബീർ അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മുൻ പ്രസിഡന്റ് K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ 7ാം വാർഡായ ഊരകത്ത് ഫെബ്രുവരി 22-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. കോൺഗ്രസ് അംഗമായിരുന്ന മോഹനൻ വാഴപ്പിള്ളിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. നോമിനേഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ഫെബ്രുവരി 5-ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിശാ പഠന ക്യാമ്പും നേതൃത്വ സംഗമവും നടന്നു. എരുമപ്പെട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവസി പതാക ഉയർത്തി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രസിഡന്റ് NK കബീർ അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു.
കേരളത്തിലെ ഗ്രാമീണ ജീവിതം അറിയാനും ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാനുമായി ഗ്രീസിൽ നിന്ന് 2 വനിതാ യാത്രികർ പോർക്കുളത്തെത്തി. സോലി, ലെന എന്നിവരാണ് മേഖലയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ എത്തിയത്. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ നോങ്ങല്ലൂർ ഗ്രാമത്തിലെത്തിയ ഇരുവരും നോങ്ങല്ലൂർ കാണംകൂട്ട് തറവാട്ടിലെ പത്തായവും മാളികപ്പുരയും കാണാനെത്തി. നേപ്പാൾ, ആഗ്ര, വാരണാസി, രാജസ്ഥാൻ, ഗോവ, ഗോകർണം, ഫോർട്ട് കൊച്ചി എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഇരുവരും നോങ്ങല്ലൂരിലെത്തിയത്. ഗ്രാമീണത നിറഞ്ഞ നോങ്ങല്ലൂർ വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് ഇരുവരും പറഞ്ഞു. കവുങ്ങിൻ തോട്ടം നനയ്ക്കാനും പാടങ്ങൾ കാണാനും ഇരുവരും സജീവമായി പങ്കെടുത്തു. കേരളീയ പാചകക്കൂട്ടുകൾ പഠിച്ചെടുക്കാനും ഇരുവരും തയ്യാറായി. ശങ്കരൻകാവ്, കൊടിക്കുന്നത്ത് കാവ്, കാവിലക്കാട്ട് തുടങ്ങി നിരവധി ഉത്സവങ്ങളിലും ഇരുവരും പങ്കെടുത്തു. സോലി ഗ്രീസിൽ വിനോദസഞ്ചാരികൾക്കായി സ്വന്തമായി റിസോർട്ട് നടത്തുകയാണ്. ലെന അധ്യാപികയായിരുന്നു. മൂന്നാർ, ആലപ്പുഴ, വർക്കല എന്നിവിടങ്ങൾ കൂടി സന്ദർശിച്ച് അടുത്ത മാസം സ്വദേശത്തേക്ക് മടങ്ങും. TCV കുന്നംകുളം. വികസന കാര്യങ്ങളിൽ വിഭാഗീയത നടപ്പിലാക്കുന്ന കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മെമ്പർമാരായ അംബുജ രാജൻ, EL ജോസ്, മോളി പിയൂസ്, സ്വപ്ന ജോർജ് കാക്കശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റ് AP വിൽസന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചവർക്ക് സ്വീകരണം നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ താർമടം, യൂത്ത് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് സക്കറിയ എലിവത്തിങ്കൽ, ബാങ്ക് പ്രസിഡന്റ് ജോമൻ വലിയ വീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറ്റന്നൂർ കാവിലക്കാട് ശ്രീ ദുർഗാദേവി ക്ഷേത്ര പൂരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിന് കാരണം ആനയെ പാപ്പാൻമാർ നിശ്ചയിച്ച സ്ഥാനം തെറ്റിച്ച് നിർത്തിയതുകൊണ്ടാണെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നടന്ന സംഭവങ്ങളെക്കുറിച്ച് വസ്തുതകൾക്ക് വിരുദ്ധമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KR അനൂപ്, സെക്രട്ടറി CM അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി TC സജീവ്, എക്സിക്യൂട്ടീവ് അംഗം CK ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ചൊവ്വന്നൂർ ബ്ലോക്കിലെയും കുന്നംകുളം നഗരസഭയിലെയും കർഷകർക്കായി സംഘടിപ്പിക്കുന്ന ദ്വിദിന കിസാൻ മേളയ്ക്ക് കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് VK ശ്രീരാമൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ നീംബ ഫ്രാങ്കോ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാളുകളുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. 20ഓളം സ്റ്റാളുകളാണ് കിസാൻ മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ചാവക്കാട് മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് കടലിൽ വീണ് കാണാതായ യുവാവിനെ കണ്ടെത്താനായില്ല. അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ടീമും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ യാസീൻ എന്ന ബോട്ടിലെ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് വൈകുന്നേരം എടക്കഴിയൂർ നിന്ന് 7 നോട്ടിക്കൽ മൈൽ അകലെ കാണാതായത്. കഴിഞ്ഞ 27-നാണ് ഇവർ പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയത്. ഗാന്ധിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനം ചേലക്കരയിൽ ആചരിച്ചു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, ഗോപൻ നമ്പ്യാത്ത്, PR ദേവിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ പുത്തൂർ അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷനായി. ആന്റോ ജോൺസൺ, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, മിനി ബാബു, RV മൊയ്നുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രാഷ്ട്രപിതാവിനെ അനുസ്മരിച്ചു. പുതുക്കാട് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സാദത്ത് ചെറിയടത്ത് പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോടന്നൂർ ഇന്ദിരാഭവനിൽ മഹാത്മജിയുടെ 76ാം രക്തസാക്ഷിത്വ വാർഷികം ആചരിച്ചു. KR ചന്ദ്രൻ അധ്യക്ഷനായി. M സേതുമാധവൻ, K നന്ദകുമാർ, ടോമി പെല്ലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുഷ്പാർച്ചനയ്ക്ക് ശേഷം ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ച് ഉപവാസം നടത്തി. കോൺഗ്രസ് S ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനം മതമൈത്രി ദിനമായി ആചരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CR വത്സൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി CD ജോസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PK സൈദാലിക്കുട്ടി, മഹിളാ കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് അജിത ഗോപാലകൃഷ്ണൻ, അനൂപ് പെരുമ്പിലാവിൽ, PS ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഇരിങ്ങാലക്കുട നീറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ റെസ്റ്റ് ഹൌസിലെ ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങ് മുൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എൻ.എ. ഗുലാം മുഹമ്മദ്, പി.ടി. ജോർജ്, എം.എൻ. തമ്പാൻ, മുഹമ്മദ് അലി കറുകത്തല, സി.എസ്. അബ്ദുൽ ഹഖ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണംപേട്ട വൈദ്യശാലപ്പടിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 15 സെന്റിമീറ്ററോളം ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. ജില്ലാ എക്സൈസ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ എൻ സുദർശനൻ, പ്രിവന്റീവ് ഓഫീസർ സോണി കെ ദവസി, സിവിൽ എക്സൈസ് ഓഫീസർ യു അനിൽ പ്രസാദ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ കെ രാജു, ഇ.എസ്. സംഗീത് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കായി പാലിയേറ്റീവ് പരിചരണവും പ്രവർത്തന പദ്ധതിയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് പരിചരണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. നഫീസ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷയായി. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ. സുഷമ, അജിത കുമാരി, പ്രകാശ് ജേക്കബ്, ബിന്ദു, ശശികുമാർ, കെ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറിന് ഡോക്ടർ ഇ. സുഷമ, എം.ജി. പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ തിരുനാൾ ഫെബ്രുവരി 2 മുതൽ 5 വരെ ആഘോഷിക്കും. ബുധനാഴ്ച വൈകിട്ട് 4:30 ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ആൻജോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് പ്രദക്ഷിണവും ഉണ്ടാകും. വികാരി ഫാദർ ജോളി വടക്കൻ, ജനറൽ കൺവീനർ ഷിബു എലവത്തിങ്കൽ, കൈക്കാരന്മാരായ ജോൺ ആളുകാരൻ, ഡേവിസ് മണച്ചാമ്പിള്ളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ മാങ്കുറ്റിപ്പാടത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി. കർഷകരുടെ മരച്ചീനി, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകൾ പതിവായി കാട്ടുപന്നികൾ ഇറങ്ങി നശിപ്പിക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. കഴിഞ്ഞ രാത്രി മാങ്കുറ്റിപ്പാടത്തുള്ള വെട്ടിയാടൻ അജിതന്റെ ഫാമിനോട് ചേർന്ന് കൃഷി ചെയ്തിരുന്ന മരച്ചീനി പന്നിക്കൂട്ടം നശിപ്പിച്ചു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ കർണാടക സംഗീത വിഭാഗവും മൃദംഗ വിഭാഗവും സംയുക്തമായി പുഷ്യബഹുള പഞ്ചമി ദിനത്തിൽ സംഗീതാർച്ചന നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന സംഗീതാർച്ചന മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സംഗീതത്തിൽ മികവ് കാണിച്ച സുകുമാരി നരേന്ദ്ര മേനോൻ, ഒ.കെ. അംബിക, ഡോക്ടർ സദനം ഹരികുമാർ, വാമനൻ നമ്പൂതിരി, ഡോക്ടർ ജി.എസ്. ബാലമുരളി തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കല്ലുംപുറം സ്വദേശിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് നേതാക്കൾ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി. അബ്ദുൽ ബഷീറിനെ സന്ദർശിച്ചു. കേസിലെ മുഖ്യപ്രതിയെ ഉടൻ പിടികൂടുമെന്ന് കുന്നംകുളം ACP ഉറപ്പു നൽകിയതായി വിമൻ ജസ്റ്റിസ് നേതാക്കൾ അറിയിച്ചു. കോടതി ജാമ്യം നീട്ടിക്കൊടുക്കാതിരുന്ന മുഖ്യപ്രതിയാണ് കോടതി വ്യവസ്ഥകൾ ലംഘിച്ച് കീഴടങ്ങാതിരുന്നത്. പ്രതി വിദേശത്തേക്ക് കടന്നതായാണ് സൂചന. വിമൻ ജസ്റ്റിസ് സംസ്ഥാന സെക്രട്ടറി റുക്സാന ഇർഷാദിന്റെ നേതൃത്വത്തിലാണ് സംഘം ACP ഓഫീസ് സന്ദർശിച്ചത്. കല്ലുംപുറം സ്വദേശി പുത്തൻപീടികയിൽ സൈനുൽ ആബിദിന്റെ ഭാര്യ 25 വയസ്സുള്ള സബീനയെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെബീന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത്. നെസിനെ സന്ദർശിച്ചിരുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞത് ആ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഭർത്താവിന്റെ മാതാവും പിതാവും ഒക്കെ. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 1 മുതൽ 5 വരെ കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബ്രദർ സാബു ആറുതൊട്ടിയിൽ നയിക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ച വൈകിട്ട് 5:30 കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, കൺവീനർ റിജോ പോൾ, ജോയിന്റ് കൺവീനർ വത്സ പരപ്പൻ, കൈക്കാരന്മാരായ സജി പുത്തൻപുരയിൽ, ജെയ്സൺ വടക്കുംചേരി തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചേരിച്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ബിജു എടക്കളത്തൂർ അധ്യക്ഷനായി. മനോജ് പുളിക്കത്തറ, പോൾ തെറാട്ടിൽ, കെ വി വിശംബരൻ, റാഫി, ബൈജു വല്ലച്ചിറ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തുടർച്ചയായ 16 മണിക്കൂറോളം മുടിയാട്ടവും കാളകളിയുമായി നൂറുകണക്കിന് ഭക്തർ കളിക്കൽ മുത്തിയുടെ തിരുനടയിൽ ഒത്തുചേർന്നു. കോടാലിക്കടുത്തുള്ള മാങ്കുറ്റിപ്പാടം ശ്രീ കളിക്കൽ മുത്തിയുടെ നടയിലാണ് നൂറുകണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഭക്തർ ദേവപ്രീതിക്കായി ചുവടുവെച്ചത്. 100 വർഷത്തിൽ ഏറെയായി മുടങ്ങാതെ നടന്നുവരുന്നതാണ് മാങ്കുറ്റിപ്പാടത്തെ കലിക്കൽ മുത്തിയുടെ മഹോത്സവം. എല്ലാ വർഷവും മകരം 15-നാണ് ഇവിടത്തെ ആഘോഷ ചടങ്ങുകൾ. തുറന്ന സ്ഥലത്തുള്ള ഇവിടത്തെ മുത്തിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വാളും ചിലമ്പും സമർപ്പിക്കലാണ് പ്രധാന വഴിപാട്. പട്ടും താലിയും ചാർത്തൽ, കള്ള് മുറുക്കാൻ സമർപ്പിക്കൽ എന്നിവയും ഇവിടുത്തെ വഴിപാടുകളാണ്. വൈകുന്നേരം നടക്കുന്ന എഴുന്നള്ളിപ്പോടെയാണ് കലിക്കൽ മുത്തിയുടെ മഹോത്സവം തുടങ്ങുന്നത്. പന്തീരാഴി പൊങ്കാല ചടങ്ങുകൾക്ക് ശേഷം ആരംഭിക്കുന്ന മുടിയാട്ടവും കാളക്കളിയും പിറ്റേ ദിവസം ഉച്ചവരെ നീളും. ചെണ്ടയുടെ താളത്തിനൊത്ത് സ്ത്രീകളും പെൺകുട്ടികളും മണിക്കൂറുകളോളം മുത്തിയുടെ പ്രീതിക്കായി മുടിയഴിച്ചാടുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കെ സുബ്രൻ, TS സനൂജ്, IC അയ്യപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ ആഘോഷ ചടങ്ങുകൾ നടന്നത്. GCV കൊടകര. കാനാണിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി. ചൊവ്വാഴ്ച പുലർച്ചെ 4-ന് പത്രക്കെട്ടുകളുമായി വാഹനത്തിൽ പോവുകയായിരുന്ന മാധ്യമപ്രവർത്തകനും പത്ര ഏജന്റുമായ പുത്തൻപീടിക സ്വദേശി വിജോ ജോർജാണ് കാനാണി സെന്ററിന് സമീപം മണലൂർ റോഡിൽ 2 കാട്ടുപന്നികളെ കണ്ടത്. വാഹനത്തിന് മുൻപിലൂടെ അല്പദൂരം ഓടിയ ശേഷം പന്നികൾ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് മറയുകയായിരുന്നു. സമീപത്തെങ്ങും വനപ്രദേശമില്ലാതിരുന്നിട്ടും കാട്ടുപന്നികളുടെ സാന്നിധ്യം നാട്ടുകാരിൽ ആശങ്കയുണർത്തിയിട്ടുണ്ട്. ഏതാനും ദിവസം മുമ്പ് പുത്തൻപീടിക പാതുവ ആശുപത്രിക്ക് സമീപത്തെ CCTV ക്യാമറയിലും കാട്ടുപന്നിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രി KM മാണിയുടെ 91ാം ജന്മദിനം കാരുണ്യദിനമായി ആചരിച്ചു. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസ കേന്ദ്രമായ മാങ്കുറ്റിപ്പാടം തപസ്യയിൽ സംഘടിപ്പിച്ച കാരുണ്യ ദിനാചരണം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ജോസി മാത്യു അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ ശിവരാമൻ പോതിയിൽ, സുമിത ഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, വാർഡ് മെമ്പർ KS അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി, തൊഴിൽ, ഗ്രാമവികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന കടങ്ങോട് പഞ്ചായത്തിലെ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി പദ്ധതി പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ TP ലോറൻസ്, ബീന രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ആഗോള സയൻസ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഓൺലൈൻ പോർട്ടലായ ലൂക്ക ജില്ലാ ശാസ്ത്രാവബോധ സമിതിയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജീവപരിണാമം എന്ന വിഷയത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വിവിധ കോളേജുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 12 ടീമുകളാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ നടന്ന മത്സരം പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ജോസ് ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് C വിമല, ശാസ്ത്രാവബോധ സമിതി ജില്ലാ കൺവീനർ C ബാലചന്ദ്രൻ, ഡോക്ടർ ജെല്ലി ലൂയിസ്, KV ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് C വിമല സമ്മാന വിതരണം നടത്തി. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. നേതാക്കളായ KN വേണുഗോപാൽ, VK സുശീലൻ, ആന്റോ തുറയൻ, VK പ്രദീപ്, NR രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്ത് 7ാം വാർഡിൽ കോട്ടം തിരുവാണിക്കാവ് ക്ഷേത്രം ഈസ്റ്റ് നടയിൽ മിനിമാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. TN പ്രതാപൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. TN പ്രതാപൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് വികസന സെമിനാർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. രതി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് OS അഷറഫ്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ നിർവഹിച്ചു. കൃഷിഭവൻ ഓഫീസർ ജിഷ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷംസു, രവി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആന്റോ ചാക്കോള അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന LP വിഭാഗം പ്രധാനാധ്യാപിക AK മിനിയെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ, BPC ഇൻചാർജ് സുനിൽ ജോൺ മാത്യു, പ്രിൻസിപ്പൽ റിൻസ് P സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി അരിമ്പൂർ പഞ്ചായത്തിന്റെ കീഴിൽ തദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. വിവേകോദയം സ്കൂളിലെ PR ശ്രീകല അധ്യക്ഷയായി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു, വൈസ് പ്രസിഡന്റ് CG സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പള്ളി എച്ചിപ്പാറയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. മേഖലയിൽ വന്യജീവികൾ തുടർച്ചയായി. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതിനാൽ ഭീതിയിലായി പ്രദേശവാസികൾ. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഓഫീസിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനും പരിക്ക്. എടവിലങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 7.5 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ. വാടാനപ്പള്ളി ബീച്ച് സ്വദേശികളായ ബിൻഷാദ്, ഷിഹാബ്, അനീഷ് എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. മുനയ്ക്കക്കടവ് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. മലപ്പുറം പൊന്നാനി സ്വദേശി സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സൈനുമോൻ എന്ന ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.